വണ്ടിയിടിച്ചാൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ. നാട്ടിൽ വണ്ടിയൊടിക്കുമ്പോൾ അബദ്ധവശാൽ തട്ടലോ മുട്ടലോ ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതാണോ അതോ പൈസ മേടിച്ച് അല്ലെങ്കിൽ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതാണോ നല്ലത്? ഇങ്ങോട്ട് കൊണ്ട് വണ്ടി ഇടിച്ചാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യും? സാധാരണ ഇങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ആകപ്പാടെ പാനിക്കാകും. ഇഷ്യൂ നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ പോലും അറിഞ്ഞിരിക്കാൻ മാത്രം. വാഹനാപകടങ്ങൾ കേസ് എങ്ങനെ? 1. വണ്ടിയുടെ ഇൻഷുറൻസ് ഓക്കെ ആണെങ്കിൽ ഒരു സെറ്റിൽമെന്റിനും ശ്രമിക്കേണ്ടതില്ല. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിക്കുക. പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചോ മറ്റോ അറിയിക്കുക. 2. നാട്ടുകാരും പരിക്കേറ്റ ആൾക്ക് പരിചയക്കാരുമുണ്ടെങ്കിൽ അവരും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കും. ഒരു കാരണവശാലും പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടതില്ല. 3. പരാതിയില്ല എന്ന് എഴുതി വാങ്ങിയാലും പരാതിക്കാരന് കേസിന് പോകാൻ പറ്റും. ഫ്രാക്ചർ ഉണ്ടായാൽ അയാളെ ഏതെങ്കിലും വക്കീൽ ക്യാൻവാസ് ചെയ്യും. ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ ഗ്രീവിയസ് ഹൾട്ടായി പരിഗണിക്കും. നഷ്ടപരിഹാരത്തുക കിട്ടുകയും ചെയ്യും. 4. ഡ്രസ്സിംഗ് മാത്രം വേണ്ട മുറിവും ചെറിയ സ്റ്റിച്ചിടാനും ഒക്കെ ഉള്ള പരിക്കേ ഉള്ളൂ എങ്കിൽ മാനുഷിക പരിഗണന വെച്ചും നിങ്ങളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചും വേണമെങ്കിൽ ചെറിയ തുക ആശുപത്രി ബിൽ അടക്കാം. 5. അപകടം പറ്റിയ ആൾ കേസിന് പോയാൽ വക്കീൽ ഫീസ് കൊടുക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ഒരു നടപ്പ് രീതിയിൽ ക്ലെയിം സെറ്റിൽമെന്റ് കിട്ടുന്ന തുകയുടെ 1% ആണ് വക്കീലിന്റെ ഫീസ്. അതിനാൽ മാക്സിമം ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിത്തരാൻ വക്കീൽ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ആ ശതമാനം എത്ര എന്നത് ആദ്യമേ വ്യക്തമായി വക്കീലുമായി കരാറാക്കുക. 6. നിങ്ങൾക്കെതിരെ വരുന്ന കേസ് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗിന് എതിരെയായിരിക്കും. കോടതിയിൽ ഫൈൻ അടച്ച് കുറ്റം സമ്മതിക്കുന്നതോടെ ഡ്രൈവറുടെ കേസ് തീർന്നു. ബാക്കി ഇൻഷുറൻസ് കമ്പനി കേസ് നടത്തിക്കോളും. അതിനുവേണ്ടി വക്കീലിന് കമ്പനി ഏർപ്പാടാക്കിക്കൊള്ളും. 7. ഒരു വ്യക്തിയെ ഇടിച്ചതിനു പകരം ഒരു ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൽ ഇടിച്ചെന്ന് കരുതുക. KSEBയും പോലീസും കൂടി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കും. നഷ്ടപരിഹാരം പണമായി അടക്കാൻ പറഞ്ഞ് അടച്ചില്ലെങ്കിൽ കേസ് വരും, റവന്യൂ റിക്കവറി വരും എന്നെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തും. അടയ്ക്കേണ്ടതില്ല. കേസ് കൊടുത്തോളാൻ പറയുക. പൈസ കയ്യിലില്ലെന്നും അറിയിക്കുക. ദൂരസ്ഥലത്തു വെച്ചാണ് അപകടം ഉണ്ടാവുന്നതെങ്കിൽ അതും പൊതു അവധി ദിവസമോ മറ്റോ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വണ്ടി റിലീസായി കിട്ടണമെങ്കിൽ MVD ഇൻസ്പെക്ടർ വന്ന് ചെക്ക് ചെയ്താലേ വണ്ടി റിലീസ് ആവുകയുള്ളൂ. പിന്നെ ഏത് ജില്ലയിലാണോ അപകടം നടന്നത് ആ ജില്ലാ കോടതിയിലായിരിക്കും കേസ്. കേസിന് നാം അവിടെ പോകണം. ഇതെല്ലാം ആലോചിച്ചിട്ടാണ് മിക്കവരും വല്ലതും കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത്. താങ്ക് യു.